നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പണി വരുന്നുണ്ട് അവറാച്ച, അതാണിപ്പോൾ സതീശൻ്റെ ഒരവസ്ഥ. കൂടെയുള്ളവർ എപ്പോൾ താകുമെന്നറിയില്ല. ഇന്ന് നിയമസഭയിൽ നമ്മൾ കണ്ടതും അതുതന്നെയാണ്. മാത്യു കുഴൽനാടൻ ഒരു ഉഗ്രൻ പ്രസംഗം കാഴ്ചവെക്കുന്നു. മാത്യു കുഴൽനാടൻ ആക്രമിക്കുന്നത് പ്രതിപക്ഷത്തെയാണ്, എന്നാൽ ചെന്നുകൊള്ളുന്നതോ മുഖ്യമന്ത്രി വി.ഡി. സതീശനിലും. തികഞ്ഞ KC പക്ഷക്കാരനാണ് മാത്യു കുഴൽനാടൻ. KC വേണുഗോപാലിൻ്റെ ഏറ്റവും അടുത്ത അനുയായി. അടുത്ത KPCC അധ്യക്ഷ സ്ഥാനമൊക്കെ മാത്യു കുഴൽനാടൻ സ്വപ്നം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭയിലും ഒരു KC ചാവേറായി മാത്യു കുഴൽനാടൻ മാറുന്നു. രണ്ട് വിഷയങ്ങളിലാണ് ഇപ്പോൾ സതീശനെ എടുത്തിട്ട് ഉടുക്കുന്നത് സ്വന്തം പാർട്ടിക്കാർ തന്നെ. PM ശ്രീ പദ്ധതി നടപ്പാക്കൽ, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി നിശ്ചയിക്കൽ എന്നീ കാര്യങ്ങളിൽ. ഈ രണ്ട് വിഷയങ്ങളിലും LDF സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മാത്യു കുഴൽനാടൻ്റെ ആക്രമണം. എന്നാൽ ഈ രണ്ട് പദ്ധതികളിലും സർക്കാരിനോടുള്ള പരോക്ഷ വിമർശനം കൂടി മാത്യു കുഴൽനാടൻ തൻ്റെ പ്രസംഗത്തിൽ ഒളിപ്പിച്ചു വച്ചു. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ട് വിമർശനങ്ങളാണ് പ്രതിപക്ഷം സർക്കാരിനെതിരെ തൊടുത്തിരിക്കുന്നത്. PM ശ്രീയും വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി സംബന്ധിച്ച ആരോപണങ്ങളും. PM ശ്രീ പദ്ധതിയിൽ UDFിൻ്റെ നിലപാടുകളെ വിമർശിച്ച് പിണറായി വിജയൻ രംഗത്തെത്തിയത് അത്ഭുതകരമെന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. അതിൻ്റെ അപകടം നേരത്തെ പിണറായി വിജയൻ അറിയില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, അന്നത്തെ എക്സൈസ് മന്ത്രി ഉന്നയിച്ച വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിഷയത്തിൽ അഴിമതിയുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ആരോപണം. ആ മന്ത്രിയുടെ കാലത്ത് കൊണ്ടുവന്ന നിയമമാണിത്. അതിൽ അഴിമതിയുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ തന്നെ അഴിമതിക്കുള്ള ആലോചന നടന്നിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ അഴിമതിയുണ്ട് എന്നിപ്പോൾ പറയുന്നത്. പ്രതിപക്ഷത്തിനെതിരെ ഉയർന്ന രണ്ട് ആരോപണങ്ങൾക്കും UDFിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്ന് കുഴൽനാടൻ പറയുന്നു. PM ശ്രീ പദ്ധതി, വീര്യം കുറഞ്ഞ മദ്യം എന്നീ വിഷയങ്ങളിൽ UDFിനുള്ളിൽ തന്നെ ഇപ്പോൾ അസ്വസ്ഥത പുകയുകയാണ്. എന്നാൽ മറുവശത്ത് V.D. സതീശൻ കട്ടയ്ക്ക് നിന്നു. കേരളം ഇരമ്പി വന്നാലും താനെടുത്ത നിലപാടുകളിൽ വെള്ളം ചേർക്കില്ല എന്ന് മുമ്പൊരിക്കൽ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ V.D. സതീശൻ പ്രതികരിച്ചിരുന്നു. സമാനമായ നിലപാടാണ് ഇപ്പോഴും V.D. സതീശൻ സ്വീകരിച്ചിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ V.D. സതീശന് ചില നിലപാടുകളുണ്ട്. കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ എത്തണമെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വില കുറയ്ക്കണം എന്നാണ് സതീശൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സതീശൻ കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. കേരളം രക്ഷപ്പെടണമെങ്കിൽ ഒരു നല്ല ടൂറിസ്റ്റ് സംസ്ഥാനമാക്കി മാറ്റണം. ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് ഒഴുകിയെത്തണമെങ്കിൽ അവർക്ക് വേണ്ടത് ഇവിടെ കരുതി വയ്ക്കണം. വീര്യം കുറഞ്ഞ മദ്യം വലിയ വിലയ്ക്ക് വാങ്ങാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. നേരത്തെ തന്നെ ഇടതുപക്ഷ സർക്കാർ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കാനുള്ള അനുമതി കൊടുത്തിരുന്നു. എന്നാൽ അന്ന് സാധാരണ മദ്യത്തിൻ്റെ നികുതി ഘടന തന്നെയായിരുന്നു വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിലും സർക്കാർ പുലർത്തിയത്, 251%. അത്ര വലിയ തുക കൊടുത്ത് വീര്യം കുറഞ്ഞ മദ്യം വാങ്ങാൻ ആരെയും കിട്ടില്ല. ഇക്കാര്യം മദ്യക്കമ്പനികൾ V.D. സതീശനെ പറഞ്ഞു മനസ്സിലാക്കി. തുടർന്നാണ് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഘടന പൊളിച്ചെഴുതിയത്. ഈ ബഡ്ജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് 115% നികുതി മതി. ഇത് നേരത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് നടന്ന ആലോചനയാണ്. സതീശൻ പറയുന്നതാണ് ശരി. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി വളരെയേറെ കൂട്ടിയാൽ ഡിസ്റ്റിലറിക്കാർ അത്തരം മദ്യം ഇവിടെ വിറ്റഴിക്കാൻ ശ്രമിക്കില്ല. ബിയർ ഉൾപ്പെടെ വീര്യം കുറഞ്ഞ മദ്യം കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചാൽ അത് ടൂറിസ്റ്റുകളെ വളരെ ആകർഷിക്കും. കേരളത്തിൽ മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും ഉപയോഗം ഇപ്പോൾ വ്യാപകമാകുന്നു എന്ന് ഓപ്പറേഷൻ തൂഫാനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെയും സതീശനുള്ള കാഴ്ചപ്പാട് വ്യക്തമാണ്. യുവതലമുറയെ മയക്കുമരുന്നിലേക്ക് തള്ളിവിടാതിരിക്കണമെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യം വിലക്കുറവിൽ നാട്ടിൽ തന്നെ ലഭിക്കണം. ഇത്തരമൊരു നിലപാടും സതീശൻ പുലർത്തുന്നുണ്ട്. ഈ രണ്ട് വിഷയങ്ങളും താൻ വേണ്ടവിധം പഠിച്ചിട്ടാണ് നികുതി ഘടന പരിഷ്കരിക്കാൻ ഇറങ്ങിയത്. ഇക്കാര്യങ്ങളിൽ തനിക്ക് കൃത്യമായ നിലപാടുണ്ട് എന്ന് V.D. സതീശൻ പറയുന്നു. അഴിമതി കാട്ടി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ തനിക്ക് നേരെ ഉയർത്തിയാൽ പേടിച്ചോടുന്നവനല്ല താൻ. V.D. സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് താനാണ് എന്ന ഭാവത്തിലാണ് ഇപ്പോൾ VM സുധീരൻ. അതേ സുധീരൻ ഇപ്പോൾ സതീശനൊരു കത്തെഴുതിയിരിക്കുന്നു. ആ കത്തിൽ മദ്യനയം പൊളിച്ചെഴുതണമെന്നൊക്കെയാണ് സുധീരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം 2016 അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ തുലച്ചത് ഇതേ VM സുധീരൻ്റെ ചില കട്ട നിലപാടുകളായിരുന്നു. അന്ന് മദ്യത്തിൻ്റെ പേര് പറഞ്ഞ് മന്ത്രിസഭയെ മുക്കി താഴ്ത്തിക്കളഞ്ഞത് VM സുധീരൻ്റെ വാശി.
2016 തുടർഭരണം കിട്ടിയാൽ വീണ്ടും ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് VM സുധീരൻ അന്ന് മനസ്സിലാക്കിയിരുന്നു. ഉമ്മൻചാണ്ടിയോട് കനത്ത പകയുള്ള VM സുധീരൻ അന്ന് മദ്യത്തിൻ്റെ പേരിൽ അട്ടപടലം ആ മന്ത്രിസഭയെ തന്നെ പൂട്ടി. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് AK ആന്റണി VM സുധീരനെ അന്ന് കൊണ്ടുവന്നത് തന്നെ ആ മന്ത്രിസഭയെ തള്ളി താഴെയിടാനാണ് എന്ന തോതിൽ വലിയ തലത്തിൽ പ്രചരണങ്ങൾ നടന്നിരുന്നു. അതിനെ ശരിവയ്ക്കും വിധമാണ് അന്ന് ബാറുകളുടെ കാര്യത്തിൽ ചില നിലപാടുകളുമായി സുധീരൻ ചാടിയിറങ്ങിയത്. അന്ന് സുധീരനെ തോൽപ്പിക്കാൻ നിലവാരമില്ലാത്ത ബാറുകൾ പൂട്ടിക്കെട്ടി ഉമ്മൻചാണ്ടി. ഒടുവിൽ ബാർക്കോഴയടക്കം ആ മന്ത്രിസഭയെ അടപടലം വെട്ടിലാക്കിയ ആരോപണങ്ങൾ. മന്ത്രിസഭ തന്നെ മുങ്ങിപ്പോയി. VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ അങ്ങ് ഡൽഹിയിൽ പോയി ചില നിർദ്ദേശങ്ങളൊക്കെ നൽകി എന്നത് ശരിയാണ്. എന്നാൽ അതിൻ്റെ പൂർണ്ണ പിതൃത്വം VM സുധീരൻ അങ്ങ് ഏറ്റെടുക്കുന്നത് ശരിയല്ല. ഇപ്പോഴിതാ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് മുകളിൽ ഒരു സൂപ്പർ മുഖ്യമന്ത്രി ചമയുകയാണ് VM സുധീരൻ. സുധീരൻ പറയുന്നത് മദ്യനയം പൊളിച്ചെഴുതണം. ഇപ്പോൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി എന്നത് അടിയന്തരമായി പിൻവലിക്കണമെന്നൊക്കെയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി ഏർപ്പെടുത്തിയ ഈ വിഷയം രാഷ്ട്രീയമായി VD സതീശനെ തകർക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റുകയാണ് മറുവിഭാഗം. KC വേണുഗോപാൽ പക്ഷം ഇപ്പോൾ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. എക്സൈസ് മന്ത്രി M ലിജു KC പക്ഷക്കാരനാണ്. എക്സൈസ് മന്ത്രിയോട് ആലോചിക്കാതെയാണ് നികുതി കുറച്ചത് എന്ന പരാതി ലിജുവിനുണ്ട്. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിവാദം അങ്ങനെ പുകഞ്ഞു കത്തുന്നു. ഒടുവിലിത എക്സൈസ് മന്ത്രി M ലിജു ഇന്ന് മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തും. എക്സൈസ് വകുപ്പിനോട് ആലോചിക്കാതെയാണ് മദ്യത്തിൻ്റെ നികുതി സംബന്ധിച്ച തീരുമാനമെടുത്തത് എന്ന വാർത്തകൾ വരുന്നതിനിടയിലാണ് ഈ നിർണായക കൂടിക്കാഴ്ച. എന്നാൽ മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമാണ്. നികുതി കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ധനമന്ത്രി വകുപ്പുമാണ് എന്ന കട്ട നിലപാടിൽ സതീശൻ നിൽക്കുന്നു. നികുതി നിശ്ചയിക്കുന്ന കാര്യം ധനവകുപ്പിൻ്റെ മാത്രം പരിധിയിൽ വരുന്നതെന്നായിരുന്നു M ലിജു ആദ്യം പ്രതികരിച്ചത്. എന്നാൽ വകുപ്പിനെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഇത്തരം പ്രഖ്യാപനങ്ങൾ എക്സൈസ് വകുപ്പിനെ കടുത്ത അതൃപ്തിയിലാക്കി എന്ന് ലിജുവിൻ്റെ വാക്കുകളിലുണ്ട്. മറുവശത്ത് UDFിനുള്ളിൽ തന്നെ അമർഷം പുകയുന്നു. ജോസഫ് ഗ്രൂപ്പ് കടുത്ത അമർഷത്തിലാണ്. PJ ജോസഫ് ഇത് സംബന്ധിച്ച് തൻ്റെ എതിർപ്പും നീരസവും സതീശനെ അറിയിച്ചു. KCBC കട്ടയ്ക്ക് നിലപാടെടുത്തു നിൽക്കുന്നു. കേരളത്തിൽ മദ്യമൊഴുക്കാനുള്ള ഏത് നീക്കവും തങ്ങൾ തടയുമെന്നാണ് KCBC നിലപാടെടുത്തിരിക്കുന്നത്. ക്രൈസ്തവ സഭകളും മദ്യവിരുദ്ധ സമിതികളും ശക്തമായ നിലപാടുമായി രംഗത്തെത്തി. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിൽപ്പന സംസ്ഥാനത്ത് മദ്യവ്യാപനത്തിന് വഴിവെക്കുമെന്നാണ് ഇക്കൂട്ടർ പ്രചരിപ്പിക്കുന്നത്. ആളുകളെ മദ്യാസക്തരാക്കുമത്രേ. മദ്യവിരുദ്ധ സമിതികളുടെ എതിർപ്പ് മറികടന്ന് എങ്ങനെ ഇത്തരമൊരു നിർദ്ദേശം പ്രാവർത്തികമാക്കും? VD സതീശൻ പറയുന്നത് വ്യക്തമാണ്. കേരളം രക്ഷപ്പെടണമെങ്കിൽ ചില കടുങ്കൈയൊക്കെ ചെയ്യണം. ടൂറിസ്റ്റുകളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടുത്തെ ക്രയവിക്രയം വർദ്ധിപ്പിക്കണം. അതിനൊക്കെ സമ്മതിക്കാതെ ഈ വരണ്ട മനസ്ഥിതിയുമായി നിലകൊള്ളുന്നവരോട് എന്താണ് പറയേണ്ടത്? പ്രശ്നം എവിടെ എന്ന് ചോദിച്ചാൽ വ്യക്തം. 2023 LDF സർക്കാർ സമാനമായ രീതിയിൽ അബ്കാരി നയം ഭേദഗതി ചെയ്തപ്പോൾ അതിനെ ഏറ്റവും ശക്തമായി എതിർത്തത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതേ വിഷയത്തിലാണ് അന്ന് സതീശൻ കട്ട എതിർ നിലപാടുമായി നിന്നത്. ഇനി അറിയേണ്ടത് സതീശൻ ഈ നിലപാടിൽ നിന്ന് പിന്നോക്കം പോകുമോ എന്ന്. തൻ്റെ നിലപാടുകളിൽ നിന്ന് ഒരിക്കലുമൊരു ഒളിച്ചോട്ടമില്ല എന്ന് പറയാറുള്ള VD സതീശൻ ഇപ്പോൾ എന്ത് നിലപാടെടുക്കും ഈ വിഷയത്തിൽ? പ്രത്യേകിച്ച് VM സുധീരനെ പോലെയുള്ളവർ പാലം വലിച്ചു നിൽക്കുമ്പോൾ. ഇതുതന്നെയാണ് മാത്യു കുഴൽനാടൻ ഇന്ന് നിയമസഭയിൽ കത്തിച്ചതും. എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളോട് LDFന് PM ശ്രീ വിഷയം സംസാരിക്കാൻ കഴിയുന്നത് എന്നാണ് കുഴൽനാടൻ്റെ ചോദ്യം. ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള RSSൻ്റെ പ്രഖ്യാപിത അജണ്ടയാണ് പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത്. കുട്ടികളിലേക്ക് മതചിന്ത കടത്തിവിട്ട് അവരെ ഒരു കാലത്തും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത വിധത്തിൽ മാറ്റാൻ ആഗ്രഹിക്കുന്ന RSSൻ്റെ പദ്ധതി. നിങ്ങളുടെ മന്ത്രിസഭയിൽ വന്നപ്പോൾ ഇത് അപകടമാണ്, ഇത് നിങ്ങളുടെ സഹപ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാട്ടിയതും. എന്നിട്ട് ഇരുട്ടിൻ്റെ മറവിൽ PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കാൻ ഒപ്പിട്ട അന്നത്തെ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഭരണപക്ഷത്തെ വിമർശിക്കുന്നത്. PM ശ്രീയിൽ ഒരു വിരൽ ഞങ്ങൾക്ക് നേരെ ചൂണ്ടുമ്പോൾ മറ്റ് 4 വിരലുകൾ നിങ്ങൾക്ക് നേരെയാണ് എന്ന് ഓർമ്മിക്കണമെന്ന് കുഴൽനാടൻ പറഞ്ഞു. വ്യക്തമാണ് കുഴൽനാടൻ്റെ വാക്കുകൾ. 4 വിരലുകൾ പ്രതിപക്ഷത്തിന് നേരെ, ഒരു വിരൽ VD സതീശന് നേരെ. ഈ 2 പദ്ധതികളും അവതരിപ്പിക്കാൻ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന VD സതീശനെ അതിനനുവദിക്കില്ല എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് കുഴൽനാടൻ. KC പക്ഷം കച്ച മുറുക്കി തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.